തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. മണലൂർ സ്വദേശി തൃഷ്ണത്ത് വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. നട്ടരാജ് പരശുരാമിന്റെ റിപ്പോർട്ടിലേക്ക്. കാലവർഷക്കെടുതിയിൽ മറ്റൊരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. തൃശൂർ മണലൂർ കമ്പനിപ്പടിയിലാണ് ഞാനുള്ളത്. എനിക്ക് പിറകിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്ന് രാവിലെ ദാരുണമായ അപകടം സംഭവിച്ചത്. ചാഞ്ഞു നിന്നിരുന്ന മരം പുലർച്ചയോടുകൂടി വീടിന് മുകളിൽ പതിക്കുകയായിരുന്നു. വീടിനകത്ത് കിടന്നിരുന്ന വിഷ്ണു എന്ന യുവാവാണ് മരിച്ചത്. 27 വയസ്സാണ് വിഷ്ണുവിനുള്ളത്. ഈ മരം കഴിഞ്ഞ ദിവസം തന്നെ ചാഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു അപകട ഭീഷണി ഉണ്ടായിരുന്നു. അടുത്ത ദിവസം മുറിച്ചു മാറ്റാമെന്ന് കരുതിയാണ് ഇവിടെ ഉണ്ടായിരുന്നു നിന്നു. പക്ഷേ വിഷ്ണുവിൻ്റെ അമ്മ വള്ളിയമ്മയെ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് മാറ്റി വിഷ്ണു ഈ വീടിനകത്ത് തന്നെ കിടക്കുകയായിരുന്നു. ഇതാണ് ഈ മരം. ഈ മരമാണ് വീട്ടിലോട്ട് കടപുഴകി വീണത്. പ്രദേശവാസികൾ പറയുന്നത് വിഷ്ണുവിൻ്റെ മുകളിലോട്ട് തന്നെ മരം വലിയ ശക്തിയിൽ പതിച്ചത് കൊണ്ട് അപകടം സംഭവിച്ചു. ചേട്ടാ, എന്താണ് പറ്റിയതെന്നാണ് അറിയുന്നത്? വിഷ്ണുവിൻ്റെ മരണത്തിൽ ഈ മരം വീണത്, അതായത് ഒരു വളവിൻ്റെ മേലിൽ അവൻ്റെ ചെസ്റ്റിലാണ് കൊണ്ടത് കൊണ്ടാണ് അവൻ്റെ അപകടം സംഭവിച്ചത്. ഒരു കാരണവശാലും അവനൊരു തെങ്ങാണ് വീണതെന്ന് വെച്ചാൽ ഒരിക്കലും അവന് സംഭവം സംഭവിക്കില്ല. ആ മരത്തിൻ്റെ വളവാണ് അവൻ്റെ ചെസ്റ്റിലേക്ക് കെട്ടുകൊണ്ടാണ് വിഷ്ണുവിന് ഈ മരണം സംഭവിച്ചത്. വളരെ സജീവമായിട്ടുള്ള 100%. ഈ ലോകത്ത് ഈ മണ്ണൂർ കൃഷിയിൽ എന്ത് കാര്യത്തിനും അവൻ ബെസ്റ്റായിട്ട് വരുന്ന ആളാണ്. ഈ ഭാഗത്ത് മരങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഭീഷണി ഉണ്ടോ? പല മരങ്ങളും വീഴാനായി നിൽക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇത് പക്ഷേ ചാഞ്ഞു നിൽക്കായിരുന്നു പറയുന്നത്. മുറിക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. എന്നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയും കൂടി ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. മുറിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? ഇത് ചാഞ്ഞിന്റെ എന്തെങ്കിലും മുറിക്കണം എന്നൊക്കെ പറഞ്ഞതാ. ഇന്നലെ രാത്രി ഒരുമിച്ച് എന്നിട്ട് ഞാൻ പോട്ടെ, നാളെ പണിയുണ്ട് എന്നിട്ട് ഒരുമിച്ച് പോയതാ. ഞാനും വീട്ടിൽ പോയി. ഞാനിവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്നേ. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് മരം കടപുഴകി വീണത്. നെഞ്ചത്ത് തന്നെ മരം വീണത് കൊണ്ടാണ് അപ്പോൾ തന്നെ ഘടകമായ നിലയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും മഴ കനക്കുന്നതോടുകൂടി ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും അപകട സാധ്യതകൾ കൂടുകയാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മരം മുറിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. എന്തായാലും ദാരുണമായ അപകടമാണ് തൃശൂർ മണലൂരിൽ സംഭവിച്ചത്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ വൺ. ആ നാട്ടിൽ അത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു വിഷ്ണു എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണുവിൻ്റെ വിയോഗത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതും അവരുടെ ദുഃഖകരമായ വാക്കുകളുടെ മനസ്സിലാക്കുകയാണ്. നട്ടരാജ് പരശുരാമിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്.